എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ വർക്കല പോകാൻ പോവാണ്. വർക്കല എലിക്സിയർ ക്ലിഫിലാണ് കേട്ടോ പോകുന്നത്. ഉണ്ണി അവിടെയാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഞാനും ഉണ്ണിയും ബാബച്ചിയും കൂടിയിട്ടാണ് പോകുന്നത്. ഞങ്ങൾ ട്രെയിന് പോവാം കേട്ടോ. അപ്പോൾ കുറച്ച് സാധനങ്ങളൊക്കെ ഞാൻ ഇന്നലെ തന്നെ പാക്ക് ചെയ്ത് വെച്ചിരുന്നു. അപ്പോൾ ഇനി ബാക്കിയുണ്ട്. ബാക്കിയെന്ന് പറയുമ്പോൾ ബാബച്ചിയുടേതാണ് കൂടുതൽ സാധനങ്ങൾ. നമ്മൾ ഒരു ദിവസമേ നിൽക്കുള്ളൂ. ഒരു ദിവസം നിന്നിട്ട് ഇങ്ങ് പോരും കേട്ടോ. അപ്പോൾ പോക്കിലുള്ള വിശേഷങ്ങളൊക്കെ ഞാൻ എടുക്കാൻ ശ്രമിക്കാം. എനിക്കറിയില്ല, ബാബച്ചിയൊക്കെ ആയിട്ട് പോകുന്നതല്ലേ, അപ്പോൾ എത്രത്തോളം എടുക്കാൻ പറ്റുമെന്നൊന്നും അറിയില്ല. നമ്മൾ ട്രെയിനാണ് പോകുന്നത്. അപ്പോൾ എന്തായാലും നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ഹലോ, ഇതിപ്പോൾ നമ്മൾ ട്രെയിനിലാണ് കേട്ടോ. അപ്പോൾ യാത്രക്കിടയിലുള്ള ഈ 1-2 ക്ലിപ്പുകൾ മാത്രമേ ഞാൻ എടുത്തിട്ടുണ്ടായുള്ളൂ. ഇനി നമുക്ക് അവിടെ എത്തിയിട്ടുള്ള വിശേഷങ്ങളൊക്കെ കാണാം കേട്ടോ. അങ്ങനെ നമ്മൾ എലിക്സിയർ ക്ലിഫിൽ എത്തിയിട്ടുണ്ട്. ഇതിപ്പോൾ നമ്മൾ റൂമിലേക്ക് പോവാണ് കേട്ടോ. അങ്ങനെ നട്ടൂനെ ഞങ്ങൾ ബെഡിലൊന്ന് കിടത്തിയപ്പോൾ പിന്നെ ആൾ വരുന്നില്ല, വിളിച്ചിട്ടും വരുന്നില്ല. അങ്ങനെ അങ്ങ് കിടക്കുകയാണ്. ആൾക്ക് നല്ല രീതിയിൽ അതങ്ങ് ഇഷ്ടപ്പെട്ടു. പിന്നെ ഇവർ അച്ഛനും മോളും കൂടി കുറച്ച് നേരമൊക്കെ ഇങ്ങനെ ബെഡിൽ കിടന്ന് വീഡിയോ ഒക്കെ എടുത്തു. പിന്നെ നമ്മുടെ ഫുഡൊക്കെ വന്നപ്പോഴേക്കും വാവച്ചങ്ങ് ഉറങ്ങിപ്പോയി. അപ്പോൾ നമ്മൾ പറഞ്ഞിരുന്നത് ചിക്കൻ ഫ്രൈഡ് റൈസും ഡ്രാഗൺ ചിക്കനും പിന്നെ ഉണ്ണിക്ക് 2 ചപ്പാത്തി, ഇതാണ് കേട്ടോ നമ്മൾ പറഞ്ഞിരുന്നത്. പിന്നെ വാവച്ചിക്ക് വേണ്ടിയിട്ട് ദാൽ കിച്ചടിയാണ് പറഞ്ഞത്. അപ്പോൾ അത് അവന് എഴുന്നേൽക്കുമ്പോൾ നമുക്ക് കൊടുക്കാം. അങ്ങനെ വെച്ചിരിപ്പുണ്ട് കേട്ടോ. അപ്പോൾ ഫുഡൊക്കെ നല്ല അടിപൊളിയാണ്. എനിക്ക് ഇവിടുത്തെ ഡ്രാഗൺ ചിക്കൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അടിപൊളിയാണ്. എല്ലാം നല്ലതാണ്. അങ്ങനെ നമ്മൾ ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം ഞങ്ങളൊന്ന് പുറത്തേക്ക് പോയി. ഇവിടെ ഈ ഒരു ബീച്ചിലേക്ക് പോയിട്ടില്ല. അവിടെ വന്ന് നിന്നു. കുറച്ച് നേരം കടലൊക്കെ നോക്കി നിന്നു കേട്ടോ. പിന്നെ നമ്മളിവിടെ കുറേ അധികം നേരം സ്പെൻഡ് ചെയ്തു കേട്ടോ.
ഇതാണ് ബീച്ചിലേക്കുള്ള വഴി. അപ്പോൾ ഇതിലെ താഴത്തേക്ക് പോയാലാണ് നമുക്ക് ബീച്ചിലേക്ക് പോകാൻ പറ്റുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ ഇന്ന് പോകുന്നില്ല, നാളെ രാവിലെ പോകാം നമുക്ക്. ഇത് കുറച്ച് നടക്കാനുണ്ട്, അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ പോകുന്നില്ല, രാവിലെ പോവാം. അങ്ങനെ ഈവനിങ് ഒരു 7:30 ഒക്കെ ആയപ്പോഴേക്കും ഞാനും ഉണ്ണിയും ഷീബ മേഡവും വാവച്ചിയും കൂടിയിട്ട് ഞങ്ങൾ നോർത്ത് ക്ലിഫിൽ പോയി. അവിടെ അടിപൊളിയാണ് കേട്ടോ. ഈ ശരിക്കും കടകളും കഫേ അങ്ങനത്തെ ഒരുപാട് സംഭവങ്ങൾ, റെസ്റ്റോറൻറ്റ്, പിന്നെ ചെറിയ ചെറിയ ക്രാഫ്റ്റിൻ്റെ ഷോപ്പുകൾ, അങ്ങനെ ശരിക്കും നല്ല നല്ല രസമാണ് കേട്ടോ. ഇവിടെ നിന്ന് ഇങ്ങനെ നടന്നു പോകണം, കുറേ ഉണ്ട് കാണാൻ, ഡ്രസ്സുകളും അതുപോലെ കുറേ സംഭവങ്ങൾ. നമ്മളവിടെ നിന്ന് ഒന്നും വാങ്ങിയിട്ടില്ല, എല്ലാത്തിനും നല്ല റേറ്റ് ഉണ്ട്. അപ്പോൾ അത് കാരണം ഇങ്ങനെ കണ്ടുകൊണ്ട് നടക്കാൻ തന്നെ നല്ല രസമാണ് കേട്ടോ. അങ്ങനെ കുറേ നേരം നടന്നതിന് ശേഷം നമ്മൾ ഈ ഒരു ഷോപ്പിൽ കയറി ഐസ്ക്രീമിന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ ബട്ടർസ്കോച്ച് ഫ്ലേവറിലാണ് പറഞ്ഞത്. ഷീബ മേഡം സീതപ്പഴത്തിൻ്റെ എന്തോ ആ ഒരു പേര് ഞാൻ വിട്ടുപോയി. അപ്പോൾ അതാണ് ഷീബ മേഡം പറഞ്ഞത്. ഉണ്ണിക്ക് ഐസ്ക്രീം വേണ്ടെന്ന് പറഞ്ഞു. ആൾ പൊതുവേ മധുരം കുറവാണ്, അപ്പോൾ ആൾക്ക് വേണ്ടാന്ന് പറഞ്ഞു. പിന്നെ വാവച്ചിക്ക് നമ്മൾ ഈ ഒരു താഴത്തെ ഒരു ബിസ്ക്കറ്റ് വാങ്ങിയിട്ടുണ്ടായി. അത് അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റി ഉണ്ട് കേട്ടോ. പിന്നെ വാവച്ചിക്കും ഒരല്പം നമ്മൾ ഇതിനകത്തേക്ക് ഇങ്ങനെ വച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആളതൊക്കെ എടുത്ത് ഇങ്ങനെ കഴിക്കുകയാണ് കേട്ടോ.
ഐസ്ക്രീമൊക്കെ കഴിച്ചതിന് ശേഷം നമ്മൾ വീണ്ടും നടന്നു. അപ്പോൾ ഇവിടെ കൂടി നടക്കാൻ നല്ല രസമാണ് കേട്ടോ. ഇവിടെ ഇപ്പോൾ കടലാണ്, ഈ ഒരു ഭാഗം കടലും. അപ്പോൾ നമ്മൾ ഈ കടലിൻ്റെ സൈഡിലൂടെ ഈ കാഴ്ചകളൊക്കെ കണ്ട് നടക്കുന്നത് നല്ല രസമാണ്. സംഭവം നല്ല രസമാണ്. അങ്ങനെ നമ്മൾ നടക്കുകയാണ്. ഇതാ ഈ ഡാർജിലിംഗ് കഫേ ഉണ്ടല്ലോ, ഇതിവിടുത്തെ ഫേമസ് ആയിട്ടുള്ള കഫേയാണെന്നാണ് ഉണ്ണി പറഞ്ഞത്. അപ്പോൾ ഇവിടെ എല്ലാ തരത്തിലുള്ള ഫുഡൊക്കെ കിട്ടുമെന്നാണ് പറഞ്ഞത്. പിന്നെ പാട്ടൊക്കെ ഇട്ട് നല്ല വൈബാണ് സംഭവം. നല്ല രസമുണ്ട്, കാണാൻ തന്നെ നല്ല രസമുണ്ട്. അപ്പോൾ നമ്മൾ ഇതൊക്കെ കണ്ടിങ്ങനെ നടക്കുകയാണ്. നമ്മൾ നടന്ന് എലിക്സിയർ സർഫിലെത്തി കേട്ടോ. ഇവിടെ മെയിനായിട്ടും ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഈ സർഫിങ് പഠിപ്പിക്കും, അതുപോലെ തന്നെ ഈ ബോർഡൊക്കെ ഉണ്ടല്ലോ അത് റെൻറ്റിനൊക്കെ കൊടുക്കും. അങ്ങനത്തെ കുറേ പരിപാടികളാണ് കേട്ടോ. അപ്പോൾ ഇവിടെ നിന്ന് കുറച്ച് നേരമൊക്കെ സംസാരിച്ചു. അതിൻ്റെ മാസ്റ്ററോടൊക്കെ കുറച്ച് നേരമൊക്കെ സംസാരിച്ചിട്ട് നമ്മൾ തിരിച്ചു പോന്നു. അധികം പോയില്ല കേട്ടോ, ബീച്ചിലേക്കൊന്നും പോയില്ല. വാവച്ചിക്ക് ഈ ഒരു കളിപ്പാട്ടവും ഒക്കെ വാങ്ങിക്കൊടുത്തു. അങ്ങനെ നമ്മൾ ചിമ്മിനി എന്ന് പറയുന്ന ഈ ഒരു റെസ്റ്റോറൻറ്റിൽ കയറി ഫുഡൊക്കെ കഴിച്ചു. അപ്പോൾ ഞാനും ഉണ്ണിയും അപ്പവും ബീഫ് റോസ്റ്റും ആയിരുന്നു കേട്ടോ കഴിച്ചത്. പിന്നെ മേഡം വീറ്റ് പൊറോട്ടയും ചില്ലി ചിക്കനുമാണ് കഴിച്ചത്. അപ്പോൾ വാവച്ചിക്ക് അപ്പം കൊടുത്തിട്ട് അപ്പത്തിനേക്കാൾ കൂടുതൽ ഇഷ്ടപ്പെട്ടത് വീറ്റ് പൊറോട്ടയാണെന്ന് തോന്നുന്നു. ആളതാണ് എടുത്തെടുത്ത് കഴിച്ചത്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ പിന്നെ റൂമിലേക്ക് വന്നു. കുറച്ച് നേരം ഇതൊക്കെ വെച്ച് കളിച്ചുകൊണ്ടിരുന്നു. പിന്നെ നമ്മൾ കിടന്നങ്ങ് ഉറങ്ങി കേട്ടോ. ഇതിപ്പോൾ നെക്സ്റ്റ് മോർണിംഗ് ആണ് കേട്ടോ. അപ്പോൾ രാവിലെ തന്നെ വാവച്ചി എണീറ്റു, ഞങ്ങളുടെ കൂടെ തന്നെ ആൾ എണീറ്റ പാടെ ഞാൻ ഇങ്ങനെ ബാൽക്കണിയിലേക്ക് പോവാണ്. എനിക്ക് ഇഷ്ടമാണ്, എനിക്കിങ്ങനെ കുറച്ച് നേരം എണീറ്റ പാടെ കുറച്ച് നേരം വെളിയിലൊക്കെ വന്ന് ഇങ്ങനെ നിൽക്കാൻ എനിക്കിഷ്ടമാണ്. അപ്പോൾ ഞാൻ വാവച്ചിയും കൊണ്ട് ഇങ്ങനെ കുറച്ച് നേരം പുറത്ത് നിൽക്കാമെന്ന് കരുതിയിട്ടിങ്ങനെ വന്ന് നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ബീച്ചിലേക്ക് പോവാണ്. അപ്പോൾ കുറച്ചുകൂടി കഴിഞ്ഞാൽ നല്ല വെയിലായിരിക്കും. സോ നമ്മളിപ്പോൾ പോവാണ്. നമ്മൾ താഴത്തെത്തിയിട്ടുണ്ട്. ഓ തിക്കാൻ ആളൊന്നുമില്ല. അങ്ങനെ ഇപ്പൊ കരയില്ലല്ലേ? കര പോയി.
ഇതിപ്പോൾ നമ്മൾ തിരിച്ചു പോവുകയാണ്, മേലേക്ക് കയറുകയാണ് കേട്ടോ. അപ്പോൾ നമുക്കിനി ചെന്നിട്ട് വേണം അമ്പലത്തിൽ പോകാനുള്ള ആ ഒരു തയ്യാറെടുപ്പൊക്കെ നടത്താൻ. അപ്പോൾ അങ്ങനെ പോവുകയാണ്. ഇനി നിന്നാൽ ലേറ്റായി പോവും. അപ്പോൾ ഞാൻ നേരത്തെ, അതായത് നമ്മൾ ബീച്ചിലേക്ക് വന്നപ്പോഴും ഈ ഒരു വഴിയിലുള്ള ആ ഒരു ഇതൊന്നും വീഡിയോ ഒന്നും എടുത്തിട്ടുണ്ടായില്ല. കാരണം കുറച്ചൊന്ന് ശ്രദ്ധിച്ച് വരേണ്ടതായിട്ടുണ്ട്. അപ്പോൾ മഴയൊക്കെ പെയ്ത് കിടക്കില്ല. അപ്പോൾ കാലുവെല്ലാം ഒന്ന് സ്ലിപ്പായാലും പിന്നെ തീർന്നു. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ എടുക്കാഞ്ഞത്. പിന്നെ അത്യാവശ്യം നല്ല കുറച്ചധികം നടക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഞാനങ്ങ് ക്ഷീണിച്ചു. തിരിച്ചു കയറുന്ന സമയത്തൊക്കെ ഞാൻ നന്നായിട്ട് ടയർഡായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇവിടെ എത്തിയിട്ടുണ്ട്, മേലെ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ചായ കുടിക്കണം. ചായ കുടിച്ചിട്ടില്ലായിരുന്നു. അപ്പോൾ അച്ഛനും മോളും കൂടി ഇതാ കയറി വരുന്നുണ്ട്. കണ്ടോ, ടയേർഡായി, ആളും ടയേർഡായിട്ടുണ്ടെന്നാണ് പറഞ്ഞത്. അങ്ങനെ നമുക്കിവിടെ ഇരിക്കാം. ഉണ്ണി പോയി ചായ എടുത്തിട്ട് വരാമെന്ന് പറഞ്ഞു. അങ്ങനെ പോയിട്ടുണ്ട്. അപ്പം നമുക്ക് അതുവരെ ഇവിടെ ഇരിക്കാം. അങ്ങനെ ഉണ്ണി ഇതാ ചായ കൊണ്ടുവന്നു. അങ്ങനെ ഞാൻ ചായ കുടിച്ചുകൊണ്ടിരിക്കുകയാണ്. പിന്നെ വാവച്ചിക്ക് വാട്ടർമെലൺ കൊണ്ടുവന്നായിരുന്നു കേട്ടോ. വാവച്ചിക്ക് ചായ ഒന്നും നമ്മൾ കൊടുക്കില്ലല്ലോ. അപ്പോൾ ആൾക്ക് കഴിക്കാൻ വേണ്ടിയിട്ട് വാട്ടർമെലൺ കൊണ്ടുവന്നു. അതിങ്ങനെ സ്വന്തമായിട്ട് കഴിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ കണ്ടോ, ഞാൻ വിളിച്ചിട്ട് എൻ്റെ അടുത്തേക്ക് വരുന്നില്ല. അവിടെ അച്ഛൻ്റെ കൂടെ തന്നെ ഇരുന്ന് വാട്ടർമെലണൊക്കെ കഴിക്കുക. പിന്നെ നമ്മൾ റൂമിലേക്ക് കയറുന്നതിന് മുന്നേയായിട്ട് ഈ ഒരു പൂളിൻ്റെ സൈഡിൽ വാവച്ചയും അച്ഛനും കൂടി ഇങ്ങനെ വന്നിരുന്നിട്ട് ആളെ ഒന്ന് കളിപ്പിക്കുകയാണ് കേട്ടോ. അപ്പോൾ എനിക്ക് പൂളിലൊന്നും ഇറങ്ങണ്ടായിരുന്നു. അപ്പോൾ അത് കാരണം അവിടെ നിന്നിട്ട് വീഡിയോ ഒക്കെ എടുക്കുകയാണ്. ഇതിപ്പോൾ നമ്മൾ റൂമിലേക്ക് പോവുകയാണ്. അപ്പോൾ ഇനി അമ്പലത്തിൽ പോകാനുള്ള ആ ഒരു തയ്യാറെടുപ്പൊക്കെ നടത്തണം. എല്ലാം ഒരുപാട് ലേറ്റായി. അപ്പോൾ നമ്മളിതിപ്പോൾ ജനാർദ്ദന സ്വാമി ക്ഷേത്രത്തിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ എനിക്ക് ഈ വരുന്നതിനിടയ്ക്കുള്ള വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല. എല്ലാം വളരെ പെട്ടെന്നാണ് ചെയ്യുന്നത്. കാരണം സമയമില്ലാത്തതുകൊണ്ടേ പെട്ടെന്നാണ് ഇതെല്ലാം ചെയ്യുന്നത്. അതുകൊണ്ടാണ് കേട്ടോ വീഡിയോ എടുക്കാൻ പറ്റാത്തത് പല കാര്യങ്ങളും. പിന്നെ ഇതാ ഇവിടെ വലിയൊരു കുളമുണ്ട് കേട്ടോ. ഇനി നമുക്ക് ക്ഷേത്രത്തിൽ എത്തണമെങ്കിൽ ഇവിടെ ഇപ്പോൾ എത്തിയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ സ്റ്റെപ്പെല്ലാം കയറി വേണം മേലേക്ക് പോകേണ്ടത്. അപ്പോൾ ഞാൻ ഭയങ്കരമായിട്ട് ക്ഷീണിച്ചിട്ടുണ്ട്. എനിക്കിപ്പോൾ പണ്ടത്തെ പോലെ സ്റ്റെപ്പ് കയറാനൊന്നും വയ്യ. എല്ലാം വയ്യ. അങ്ങനത്തെ ഒരു അവസ്ഥയാണ് കേട്ടോ. അപ്പോൾ ഇതാണ് ക്ഷേത്രം. ഇവിടെ അകത്ത് ഫോൺ അലൗഡ് അല്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾ അകത്ത് തൊഴുതതിന് ശേഷം നമ്മളിങ്ങനെ കറങ്ങി തൊഴുല്ലേ, അങ്ങനെ തൊഴുതുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയ്ക്ക് വീഡിയോ എടുത്തതാണ് കേട്ടോ. അങ്ങനെ നമ്മൾ തൊഴുത് ഒക്കെ വരികയാണ്. സന്തതിക്കും ദോഷങ്ങളൊഴിയണേ തീരാതെയുള്ള അങ്ങനെ നമ്മൾ അമ്പലത്തിലൊക്കെ പോയിട്ട് നേരെ എലിക്സറിലേക്ക് വന്നു. അപ്പോൾ നമ്മൾ ഇന്നലെ വന്നപ്പോൾ ഇവിടെ അങ്ങ് നിന്ന് ഫോട്ടോയോ ഒന്നും എടുത്തില്ലായിരുന്നു. അപ്പോൾ ഞങ്ങൾ ഇന്ന് കുറച്ച് ഫോട്ടോയൊക്കെ എടുക്കാമെന്നും പറഞ്ഞിട്ടാണ് ഇവിടെ വന്ന് നിൽക്കുന്നത്. അങ്ങനെ കുറച്ച് ഫോട്ടോയൊക്കെ എടുത്തതിന് ശേഷം റൂമിൽ പോയി. എന്നിട്ട് നമ്മൾ നേരെ തിരിച്ചു വന്നു കേട്ടോ. ഫുഡൊക്കെ കഴിച്ചിട്ട് നമ്മൾ റെയിൽവേ സ്റ്റേഷനിൽ വന്നു. നമുക്ക് ഇന്നിപ്പോൾ വീട്ടിലേക്ക് പോകണം. ഉണ്ണിക്ക് നാളെ ഡ്യൂട്ടിക്ക് ഇവിടെ വരേണ്ടതാണ്. അപ്പോൾ ഞങ്ങളുടെ വീട്ടിലാക്കിയിട്ട് വേണം ആൾക്ക് വരാൻ. അങ്ങനെ ട്രെയിനിൽ കയറി നമ്മൾ വീട്ടിലേക്ക് പോവുകയാണ്. വാവച്ചി ട്രെയിനിലിരുന്ന് നല്ല ബഹളമായിരുന്നു. കുറച്ച് നേരമൊക്കെ അടങ്ങിയിരുന്നു. അത് കഴിഞ്ഞപ്പോൾ പിന്നെ നല്ല ബഹളമായിരുന്നു ആൾക്ക്. അപ്പോൾ വർക്കല വ്ലോഗ് ഇത്രയേ ഉള്ളൂ. നെക്സ്റ്റ് വീഡിയോയിൽ മറ്റൊരു വിശേഷമായിട്ട് കാണാം. ബൈ.